നല്ല മഴയായിരുന്നു. പെട്ടെന്ന് മഴയുണ്ടായി. അന്തരീക്ഷമൊക്കെ ഇരുട്ടിട്ട് ഇരുട്ടുകൂടി, കാറ്റുമുണ്ട്. കറണ്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. ഒരു നേരം കറണ്ടില്ലായിരുന്നു. നല്ല മഴയാണ്. ഈ മഴക്കാലത്ത് നല്ല ഒരു റാഗി പുട്ട് ഉണ്ടാക്കാറുണ്ട്. റാഗിയും മണിപ്പൂരും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാം. അല്ലെങ്കിൽ ആരും കഴിക്കില്ല. ഒരാളെ ഒന്ന് കഴിക്കാൻ, എന്നാലും രണ്ടു പേർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റാഗി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് പുട്ടുണ്ടാക്കുന്നു. ഈ നല്ല മഴയത്ത് പുട്ടും മുട്ടക്കറിയും, നല്ല മഴയും കാറ്റൊന്ന് കുറഞ്ഞ് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടാണ്. ഒരാൾക്ക് ഇത് കൂടുതലാണ്, ആർക്കെങ്കിലും കൊടുക്കാം. നമുക്ക് രണ്ട് കുട്ടിൻ്റെ ആവശ്യമില്ല. അതെച്ചാൽ മൂടി വെക്കാം. ആവി വരട്ടെ. നല്ല മഴയാണ്. മഴയത്തുണ്ടെങ്കിൽ വാഴ കൃഷിക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. വാഴ, വഴുതനി, മഞ്ഞൾ, പച്ചമുളക്, തക്കാളി എല്ലാം നട്ടിട്ടുണ്ട്. അതിനൊക്കെ വെള്ളമായിട്ട്. കാരണം 2 ദിവസം മഴയില്ലായിരുന്നപ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങാൻ തുടങ്ങി. എല്ലാത്തിനും വെള്ളമായി. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഷഷ്ടിയാണ്. ഷഷ്ടിക്ക് പോകണം. താമസിക്കും. ഷഷ്ടി പൂജ കഴിയുമ്പോൾ 3 മണിയൊക്കെ ആകും. ഒരു ഷഷ്ടി കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഒരാൾക്കുള്ള ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഒരാളുടെ ഇരിപ്പുണ്ട്. ചോറും കറിയും എല്ലാം വെച്ചിട്ട് വേണം പോകാൻ. മഴ ഒന്ന് തോർന്ന് കിട്ടണം. ഇപ്പോഴും രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. മാവ് നല്ലതായിട്ട് നനയ്ക്കുന്നത് പോലെ ഇരിക്കും. മുറിച്ച് നല്ല സോഫ്റ്റ് ആകാനായിട്ട് മാവ് നല്ലതായിട്ട് നനച്ചിരിക്കണം. ചെറിയ നനച്ചിട്ടാൽ മുറിച്ച് നല്ല സോഫ്റ്റായി നമുക്ക് തിന്നാൻ പറ്റത്തില്ല. ഇത് നല്ല സോഫ്റ്റ് പുട്ടാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് പുട്ടാണ്. റാഗിയും അരിപ്പൊടിയും കൊടുക്കും. നല്ല സോഫ്റ്റാണ്. അടുത്ത പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. എൻ്റെ അവിടെ കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്. മുട്ട പുഴുങ്ങാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് പുഴുങ്ങി വരുമ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രേവിയൊക്കെ
ഇന്നലത്തെ തോരനാണ്, ആരും കൂട്ടിയില്ല, അത് കളയാം. പരിപ്പ് വേണ്ടി ഇപ്പോരി ഉണ്ടാക്കിയത് ആരും കഴിക്കില്ല. ഇനി ചായക്ക് വെള്ളം വെക്കാം. ചായക്ക് വെള്ളം വെച്ചാൽ ഇടി കൊടുക്കാറുണ്ട്, കൊടുക്കുന്നുണ്ട്. മിന്നൽ ചായക്കേക്ക് മൂന്ന് വെക്കും. അടുത്ത കുട്ടി ആമി വന്നു. നല്ല മഴ, നല്ല മഴ. നല്ല മഴയത്ത് ചൂട് പൊട്ടും, ചൂട് മുട്ടക്കറിയും, ചൂട് ചായയും ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ കഴിക്കാൻ പോകാം. ഉണ്ട് ഇവിടെ. പിന്നെ ആവി വന്നിട്ടുണ്ട്. നല്ല സാധനം. മഴ കൂട്ടി കുറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ. ഈ പെരും മഴയത്ത് പോകാൻ പറ്റില്ല. ഇവിടെ അടുത്താണ് കുട്ടികളുടെ പോകല്. പ്രതി മണി ഇപ്പോൾ 9 പോകണം. മഴ ഇരുട്ടിക്കെട്ടുന്നതാണ് സമയം ആവാത്ത പോലെ തോന്നുന്നത്. 9 മണിയാകാൻ 5 മിനിറ്റേ ഉള്ളു. ഇത് താമസിക്കും. വീഡിയോയൊക്കെ 3 മണിയാകും. അത് താമസിച്ച് പോയാൽ മതി. ഇനി പലഹാരം കഴിഞ്ഞ് ഇനി ചോറും കറിയും കൂടെ വെക്കണം. അത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിടണം. ഇനി മുട്ട എടുക്കാം. ഇത് വേവുന്നതിനൊപ്പം മുട്ടയും വെന്തിട്ടുണ്ട്. പുട്ട് വെന്ത് പുട്ടെടുക്കാം. ഒരാൾക്കുള്ള മുട്ട കൂടെ അതിൽ വെന്ത് വന്നിട്ടുണ്ട്. മുട്ട കൂടെ അതിലിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഉള്ളി മസാലയൊക്കെ ഇട്ട് വഴറ്റി റോസ്റ്റ് ചെയ്താൽ മതി. മുട്ടക്കറി റെഡിയാവും പെട്ടെന്ന്.